ഹലോ മക്കളെ, നമ്മൾ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 മാത്തമാറ്റിക്സിലെ മണി മാത്തിലെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എങ്ങനെയാണ് പലിശ കാണുന്നത്, ഇൻട്രസ്റ്റ് കാണുന്നത് എന്ന് പഠിച്ചു. സാധാരണ മെത്തേഡിൽ അതിൽ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ രീതിയിൽ നമ്മൾ ഓരോ വർഷത്തെയും കാണുന്ന രീതിയിൽ നമ്മൾ പഠിച്ചായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്പെസിഫിക് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിൽ നിന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങളൊരു 1000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചനുസരിച്ചാണെങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനെ നമ്മൾ എന്ത് പറയും? പി എന്ന് പറയും. 1000 രൂപ. ഓക്കെ. ബാങ്ക് നിങ്ങൾക്ക് നൽകുന്ന പലിശ അഥവാ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% വിചാരിക്കുക. സോ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10%. അത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 10/100. ഓക്കെ. നിങ്ങൾ 3 വർഷത്തേക്കാണ് ബാങ്കിൽ നിക്ഷേപിച്ചത്. എത്ര വർഷമാണ്? 3 വർഷം. സോ യുവർ N ഈസ് ഈക്വൽ ടു 3 years. ബാങ്ക് നിങ്ങൾക്ക് പലിശ തരുന്നത് കൂട്ടുപലിശ നിരക്കിലാണ്. അതായത് നിങ്ങൾ പൈസ എടുക്കുന്നില്ല. ഓരോ വർഷം കഴിയുന്നവരും ആ കിടക്കുന്ന പൈസക്ക് പലിശ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അത്ര മനസ്സിലായോ? എങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിയുമ്പോഴുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് കണ്ടെത്തണം. ഇതാണ് ചോദ്യം. 3 വർഷം കഴിയുമ്പോൾ എത്ര രൂപ നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ടിൽ ഉണ്ടാവും? ഇപ്പം നിങ്ങളുടെ പേരിലൊക്കെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ 1000 രൂപ കൊണ്ട് ഇട്ടെന്ന് വിചാരിക്കാം. അതിന് ഇന്നേക്ക് 3 വർഷം കഴിഞ്ഞ് ആഫ്റ്റർ 3 years നിങ്ങൾ ബാങ്കിൽ ചെന്ന് നോക്കുമ്പോൾ എത്ര രൂപ ഉണ്ടാവും? ഇഫ് ബാങ്ക് ഗീവ് 10% ഇൻട്രസ്റ്റ്, ബാങ്ക് നിങ്ങൾക്ക് 10% പലിശ തരികയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോൾ എത്ര രൂപ ഉണ്ടാവും എന്നും കണ്ടെത്താം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പഠിച്ച കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്കിത് തുടങ്ങാം. അപ്പം ആദ്യം 1 വർഷം കഴിയുമ്പോൾ, അപ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തത് 2022 ഇന്ന് ഏത് ദിവസമാണ്? സെപ്റ്റംബർ 29 നിങ്ങൾ ഈ പൈസ കൊണ്ടുവന്ന് ഇട്ടത്. നെക്സ്റ്റ് ഇയർ, അതായത് 2023 സെപ്റ്റംബർ 29 ആവുമ്പോൾ 1 year കഴിഞ്ഞു. ശരിയല്ലേ? 1 വർഷം കഴിഞ്ഞു. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് ആ ബാങ്കിൽ എത്ര രൂപ ഉണ്ടാവുമെന്ന് കണ്ടെത്താനായിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് I1, 1 വർഷം കഴിഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് എന്താണ്? I1. 1 വർഷം കഴിഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഇൻറ്റു റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് N. സോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 1000 രൂപ ഇൻറ്റു എത്രയാണ് റേറ്റ്? 10%, 10/100 ഇൻറ്റു എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ്. നമ്മളിപ്പോൾ 1 വർഷത്തേക്കാണെന്നുള്ളത് 1 എന്നിട്ടാണ്. ഓക്കെ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഈ 0 പെട്ടിപ്പോയി, ഈ 0 പെട്ടിപ്പോയി, 100 രൂപ. അപ്പൊ I1 1 വർഷം കഴിയുമ്പോഴുള്ള നമ്മുടെ പലിശ എന്ന് പറയുന്നത് 100 രൂപ. മനസ്സിലായോ? അതായത് 2023 സെപ്റ്റംബർ 29 നമ്മൾ അക്കൗണ്ടിൽ പോയി നോക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ 1000 രൂപ കൂടാതെ ഒരു 100 രൂപയും കൂടി ബാങ്ക് അങ്ങോട്ട് ഇട്ടു. ഓക്കെ. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? 1000 രൂപ നിങ്ങൾ ഇട്ടതുണ്ട്, 100 രൂപ നിങ്ങൾക്ക് പലിശ കിട്ടിയതുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസയെ നമ്മൾ P2 എന്ന് പറയാം. P2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത്. ആദ്യം P1 എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000, P1 എന്ന് പറയാം, അല്ലെങ്കിൽ P എന്ന് പറയാം. അപ്പോൾ P2 കാണാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? P + I1. അതായത് നിങ്ങളുടെ എത്ര ഉണ്ടായിരുന്നു? 1000 ഉണ്ടായിരുന്നു, 100 രൂപയും കിട്ടി, 1100 രൂപയാണ് ഇപ്പോൾ അക്കൗണ്ടിൽ ഉള്ളത്. ഓക്കെ. അങ്ങനെ 1 വർഷം കൂടിയും കഴിഞ്ഞു. ഓക്കെ. 1 വർഷം കൂടിയും കഴിഞ്ഞപ്പോൾ എത്രാമത്തെ വർഷമായി? 2024 സെപ്റ്റംബർ 29. ഓക്കെ. അപ്പോൾ ഉള്ള പലിശ I2, രണ്ടാമത്തെ പലിശ എന്ന് പറയുന്നത് P2. കണ്ടോ? P2. അപ്പോഴുള്ള മുതല്, അപ്പോഴുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? 1000 രൂപ ഇൻറ്റു റേറ്റ് ഇൻറ്റു N സീക്വൽ ടു അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? 1100 ഇൻറ്റു റേറ്റ് എന്ന് പറഞ്ഞാൽ 10/100 ഇൻറ്റു 1. കണ്ടോ? അപ്പൊ സെക്കൻഡ് ഇയറിലെ, അതായത് രണ്ടാമത്തെ വർഷത്തെ പലിശ I2 സീക്വൽ ടു രണ്ടാമത്തെ വർഷം തുടക്കത്തിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? P2 1100 രൂപ ഇൻറ്റു റേറ്റ് ഇൻറ്റു N. N സ്ഥലത്ത് വന്നിട്ടാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 0000 ഗെറ്റ് ക്യാൻസൽ 110 രൂപ. അപ്പൊ രണ്ടാമത്തെ വർഷം വന്നു കഴിഞ്ഞപ്പോൾ 110 രൂപയായി പലിശ.
ഓക്കെ, അപ്പൊ 2 വർഷം കഴിഞ്ഞ് 3-ാമത്തെ വർഷം ആരംഭിക്കുകയാണ്. അപ്പോഴുള്ള നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? P3. 3-ാമത്തെ വർഷം തുടക്കത്തിലെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നിലവിൽ എത്ര ഉണ്ടായിരുന്നു? P2 പ്ലസ് ഇപ്പൊ കിട്ടിയ പലിശ എന്ന് പറഞ്ഞാൽ 1100 പ്ലസ് 110, അതെല്ലാം കൂടി കൂട്ടുമ്പോൾ 1210 രൂപ. മനസ്സിലായോ? യെസ്. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? 1210 രൂപയുണ്ട്. കണ്ടോ? 1210 രൂപ. ആദ്യം എത്ര ഉണ്ടായിരുന്നു? 1000. 1 വർഷം കഴിഞ്ഞപ്പോൾ 100 രൂപ കിട്ടി. അപ്പൊ എത്രയായി? 1100. പിന്നെ ആ 1100 രൂപയുടെ 10%, 110 രൂപ പലിശ 2-ാമത്തെ വർഷം. അതും കൂടി അതിനോട് കൂട്ടിക്കഴിഞ്ഞപ്പോൾ 1210. ഓക്കെ, ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ഇയർ 2025 സെപ്റ്റംബർ 29. ഇപ്പൊ നമ്മൾ പൈസ എടുക്കാൻ ചെന്നൊക്കെയാണ് 3 വർഷം കഴിഞ്ഞു. അപ്പൊ ഇവിടെ 1 വർഷം, 2-ാമത്തെ വർഷം, 3-ാമത്തെ വർഷം. 2025 സെപ്റ്റംബർ 29 നിങ്ങൾ അക്കൗണ്ടിൽ പോയി നോക്കുമ്പോൾ എത്ര രൂപ ഉണ്ടാവും? അതറിയണം എന്നുണ്ടെങ്കിൽ 3-ാമത്തെ വർഷ തുടക്കത്തിലുള്ള 3-ാമത്തെ വർഷത്തെ നിങ്ങൾക്ക് കിട്ടുന്ന പലിശ I3 അറിയണം. I3 എന്ന് പറഞ്ഞാൽ P3 ഇൻറ്റു നിങ്ങളുടെ റേറ്റ് ഇൻറ്റു N P3. വാട്ട് ഈസ് P3? P3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1210 രൂപ. 1210 ഇൻറ്റു റേറ്റ് എന്ന് പറഞ്ഞാൽ 10/100. അപ്പൊ എന്നെ എപ്പോഴും ഒന്നല്ലേ, അതുകൊണ്ട് എന്നെ എപ്പോഴും എഴുതേണ്ട ആവശ്യം ഇല്ല. സോ ഇത് 2 വെട്ടിപ്പോയി, ഇത് 2 വെട്ടിപ്പോയി. സോ സിക്കൽ 121 ഇൻറ്റു 1 121 രൂപ. സോ I3 is equal to 121. I3 is equal to 121. ഓക്കെ, മനസ്സിലായോ? അപ്പൊ 3-ാമത്തെ വർഷം നിങ്ങൾക്ക് കിട്ടിയ പലിശ എന്ന് പറയുന്നത് 121 ആണ്. തുടക്കത്തിൽ എത്ര എമൗണ്ട് ഉണ്ടായിരുന്നു? 1210 ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര രൂപ പലിശ കിട്ടി? 121 രൂപ പലിശ കിട്ടി. അപ്പൊ ടോട്ടൽ ഇപ്പോ P4 3 വർഷം കഴിഞ്ഞപ്പോ, അതായത് 4-ാമത്തെ വർഷത്തെ തുടക്കത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ എത്ര രൂപ ഉണ്ട്? P3 പ്ലസ് I3 1210 പ്ലസ് 121. രണ്ടും കൂടി കൂട്ടുക. 1210 പ്ലസ് 121 കൂട്ടുമ്പോൾ 1331 രൂപയാണ് 3 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവും. ഇത് കുറേ നേരം എടുത്തില്ലേ നമ്മൾ ചെയ്യാൻ? കുറേ സമയം എടുത്തില്ല, ഇങ്ങനെ പെണ്ണെങ്കിലും കൂട്ടി എടുത്തില്ലേ? എന്നാൽ നമുക്കിത് വളരെ പെട്ടെന്ന് ചെയ്യാമായിരുന്നു. അതിനൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലയാണ് സാർ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. എന്താണ് ആ ഫോർമുല? വളരെ എളുപ്പമാണ് ആ ഫോർമുല. ഒന്നുമില്ല, നിങ്ങൾക്ക് 3 വർഷം കഴിയുമ്പോൾ കിട്ടുന്നതാണ് കണ്ടുപിടിക്കണമെങ്കിൽ N is equal to 3 years. N എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3 ആയിട്ട് എടുക്കണം. N എന്ന് പറഞ്ഞാൽ 3 ആയിട്ട് എടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫോർമുലയുണ്ട്. ഫോർമുല ഇതാണ്: P ഇൻറ്റു 1 പ്ലസ് റേറ്റ് ബൈ 100 ഹോൾ റേസ് ടു N. എന്താണ്? P ഇൻറ്റു 1 പ്ലസ് റേറ്റ് ബൈ 100 ഹോൾ റേസ് ടു N. ഇത് കണ്ട് നിങ്ങൾ ഞെട്ടേന്ന് വേണ്ട, ഇത് വളരെ എളുപ്പമാണ്. ഒന്നുമില്ല. P എന്താ അത് നിങ്ങൾക്ക് അറിയാലോ. P എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്. അപ്പൊ സാർ അതവിടെ എഴുതി 1000. ഓക്കെ, 1 എന്താണ്? 1 തന്നെ എഴുതി. പ്ലസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റേറ്റ് എത്രയാണ്? റേറ്റ് 10. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ N. വാട്ട് ഈസ് N? N എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേക്കാണ് കാണേണ്ടത്? 3 വർഷം. സോ അവിടെ 3 കൊടുത്തു. കിട്ടിയോ? കിട്ടി. ഓക്കെ, ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1000 ഞാൻ ഒന്നും ചെയ്യണില്ല. ഈ 100 ഇങ്ങോട്ട് ഗുണിക്കുക. 100 ഇൻറ്റു 1 100. ഓക്കെ, പ്ലസ് 10. ഇതിനൊരു വരി ഇട്ടിട്ട് ഈ 100 താഴെ എഴുതുക. മനസ്സിലായോ? ഈ 100 ഇൻറ്റു 1 എത്രയാണ്? 100. അത് മുകളിൽ എഴുതി. 10 ഇപ്പൊ ഇവിടെ 100 ഇൻറ്റു 1 ചെയ്തുമ്പോൾ 100 കിട്ടി. പ്ലസ് 10 അത് അവിടെ തന്നെ എഴുതി. ഏറ്റവും താഴെ ഈ 100 എടുത്ത് എഴുതാം. എന്നിട്ട് മുകളിൽ 3. ഇനി സാറ് ചെയ്യാൻ വേണ്ടതെന്ന് അറിയാമോ? ഇത് ഇങ്ങനെ എഴുതും. കണ്ടോ? 1000. ഇത് രണ്ടും ഞാൻ ഒരു ബ്രാക്കറ്റിൽ ഇടും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 100 പ്ലസ് 10 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ. കണ്ടോ? ഈ 100 പ്ലസ് 10ന്റെ മീതെ എന്തിടും? ഈ 3 ഡിവൈഡ് ബൈ ഈ 100ന്റെ മീതെ 3 ഇടും. കിട്ടിയോ? ഒന്നുകൂടി പറയാം സാറ്. 100 പ്ലസ് 10 അതിന്റെ മീതെ 3 ഇടാ. 100ന്റെ മീതെയും ഈ 3 ഇടാം. കിട്ടിയോ? കിട്ടി. ദെൻ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ എമൗണ്ട് ഓർത്തിരിക്കുക 1331 ആയിരുന്നു നമ്മുടെ ആൻസർ. യെസ്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1000 സാർ ഇവിടെ എടുത്ത് എഴുതി. 1000 ഇൻറ്റു ഇവിടെ താഴെ ഈ 100 ഇൻറ്റു റെസ്റ്റ് 3 നീതിങ്ങനെ ഉണ്ടോ? അപ്പൊ അത് 100 3 പ്രാവശ്യം കുടിക്കണം. 100 ഇൻറ്റു 100 ഇൻറ്റു 100. കണ്ടോ?
100ന്റെ മീതെ 3 എഴുതിയതിൻ്റെ അർത്ഥം എന്താ? 100 3 പ്രാവശ്യം ഗുണിക്കണം. ഓക്കെ, മുകളിലുള്ളത് അങ്ങനെ എടുത്തു സാർ, 100 + 10 ക്യൂബ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഈ ക്യൂബ് എന്നുള്ളതിന് 3 തവണ അത് ഗുണിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുത്തെ പൂജ്യങ്ങൾ വെട്ടിക്കളയാം. ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി. അപ്പം ഇവിടെ എന്തായി നോക്കാം. = 100 + 10 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ താഴെ 100 × 10. കിട്ടിയോ? ഓക്കെ, ഈ സാർ ഇപ്പുറത്തെ മാറ്റിയാണ്, അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. യെസ്, അപ്പൊ ഇതിന് സാറ് 3 തവണ എഴുതണം അല്ലേ? 100 + 10 × 100 + 10 × 100 + 10. കണ്ടാ, 3 തവണ എഴുതണം. ഓക്കെ, 100 × 10. ആദ്യം ഈ 2 തവണ എഴുതുന്നവർ തമ്മിൽ ആദ്യം ഗുണിക്കണം. ഓക്കെ, 100 + 10 × 100 + 10 ആദ്യം ചെയ്യണം. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. അത് ചെയ്യാനായിട്ടൊരു എളുപ്പമാർഗമുണ്ട്. 100 + 10 2 തവണയാണ് ഗുണിക്കുന്നതെങ്കിൽ ഇതിന്റെ സ്ക്വയർ കാണാം, 100ന്റെ സ്ക്വയർ. ഓക്കെ, പ്ലസ് ഇതിന്റെ സ്ക്വയർ ആണ് 10ന്റെ സ്ക്വയർ, പ്ലസ് 2 × തമ്മിൽ ഗുണിക്കാം, 100 × 10. ഒന്നുമില്ല, ഒന്നുകൂടി പറയാം സാറ്. ആദ്യത്തേതിന്റെ സ്ക്വയർ കാണാം, അതായത് 100 × 100. രണ്ടാമത്തേതിന്റെ സ്ക്വയർ കാണാം, 10 × 10. പിന്നെ ഒരു 2 എഴുതുക, ഇൻറ്റു എഴുതുക, ദെൻ 100 × 10. ഓക്കെ, അപ്പൊ 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 100 2 പൂജ്യമല്ലേ ഉള്ളൂ, അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പൂജ്യം വരും. ഓക്കെ, പ്ലസ് ഇവിടെ 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പൂജ്യമല്ലേ ഉള്ളൂ, അപ്പൊ സ്ക്വയറിൽ 2 പൂജ്യം വരും. പ്ലസ് ഇനി 2 × 100 × 10 എന്ന് പറഞ്ഞാൽ 2 × 100 200, 200 × 10 എന്ന് പറഞ്ഞാൽ 2000. ഓക്കെ, അപ്പൊ ഇത് കൂട്ടാം. ഇത് എത്രയാണ്? 10000 100 2000. അപ്പോൾ 10000 + 100 + 2000 എല്ലാം കൂടി കൂട്ടുമ്പോൾ 12100 കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഉത്തരം, ഇത്രേന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 12100 ഇൻറ്റു 100 + 10 ഡിവൈഡഡ് ബൈ 100. 100 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇതേ ഇത് ചെയ്യുമ്പോൾ ഇപ്പൊ ഉണ്ടോ, 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി. ഇതെന്ന് പറഞ്ഞാൽ 121 × 100 + 10 110 ഡിവൈഡഡ് ബൈ 10. കണ്ടോ? അപ്പോ 121നെ എന്തുകൊണ്ട് ഗുണിക്കണം? 110 കൊണ്ട് ഗുണിച്ചിട്ട് 10 കൊണ്ട് കഴിക്കണം. അപ്പൊ ഈ 0 വെട്ടിപ്പോയി. സോ ദിസ് ബിക്കം 121 × 11. ഓക്കെ, അതാണ് നിങ്ങളുടെ ഉത്തരം. കണ്ടുപിടിക്കാം. 121 × 11 1 1 2 1 1 1 1 1 2 1 1 1 3 3 3 1331 രൂപ. കിട്ടിയോ? മനസ്സിലായോ? കിട്ടിയോ? ക്ലിയർ ആണോ? അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഉത്തരം കണ്ടെത്താം. അല്ലാണ്ട് 1-ാം വർഷത്തെ പലിശ, 2-ാം വർഷത്തെ പലിശ, 3-ാം വർഷത്തെ പലിശ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഈ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇത് 3 വർഷമാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾ പേടിക്കേണ്ട, 2 വർഷമൊക്കെ നിങ്ങളോട് ചോദിക്കുള്ളൂ കേട്ടോ. 2 വർഷമാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. സെയിം ക്വസ്റ്റ്യൻ തന്നെ 2 വർഷമായിരുന്നെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വേറൊരു എമൗണ്ട് ഇട്ട് നോക്കാം. സപ്പോസ് 20,000 രൂപയാണ് നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. നിങ്ങളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് 5%. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 2 വർഷം. ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. അതായത് 20,000 രൂപ നിങ്ങൾ ബാങ്കിൽ ഇട്ടു, 2 വർഷം കഴിഞ്ഞപ്പോൾ കൂട്ടുപലിശ നിരക്കിൽ എത്ര രൂപ കിട്ടും നോക്കാം നമുക്ക്. സോ 2 വർഷം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ഇസ് ഈക്വൽ ടു P × 1 + rate by 100 whole raised to n. ഇതാണ് ഫോർമുല. സോ എമൗണ്ട് ഇസ് ഈക്വൽ ടു P. എത്ര രൂപ നിക്ഷേപിച്ചത്? 20,000 രൂപ. P എന്ന് പറഞ്ഞാൽ 20,000 രൂപ. കണ്ടോ? ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1 + റേറ്റ് എത്ര ശതമാനമാണ്? 5%. 5/100. ഇതിന് എത്ര വർഷമാണ്? 2 വർഷം.
കണ്ടോ? ഇനി അടുത്ത സ്റ്റെപ്പിൽ സാർ എന്താ പറഞ്ഞത്? ഇങ്ങനെ എഴുതുക, 20,000 എന്ന് എഴുതുക, ദെൻ ഇത് ഇങ്ങോട്ട് ഗുണിക്കാം. 1 × 100 100 പ്ലസ് ഈ 5 എഴുതുക ബൈ 100 റേസ് ടു 2. അടുത്ത സ്റ്റെപ്പ് സാർ പറഞ്ഞത് 20,000 എഴുതുക, ദെൻ ഇതെന്താണ് 100 + 5 2 തവണ ഡിവൈഡഡ് ബൈ 100 2 തവണ. ഓക്കെ. അടുത്ത സ്റ്റെപ്പിൽ സാറ് പറഞ്ഞത് 20,000 × 100 + 5 2 തവണ ഡിവൈഡ് ബൈ ഈ 100 നമുക്ക് 2 തവണ ഗുണിച്ചെഴുതാം. 100 × 100. ഓക്കെ. അപ്പൊ എന്ത് പറ്റും? ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി. സോ ഫൈനലി 2 × 100 + 5 ഹോൾ സ്ക്വയർ. ഓക്കെ. യെസ്. സാർ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. 2 × 100 + 5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 100 + 5 × 100 + 5 അല്ലേ? അപ്പൊ സാറ് പറഞ്ഞു ഇത് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ താഴെ ഒന്നുമില്ല, താഴൊക്കെ വെട്ടിപ്പോയി. ഇത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആദ്യത്തെ ആളിന്റെ സ്ക്വയർ 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഇട്ടിട്ട് 4 0 കണ്ടോ? ഓക്കെ. ഇത് ബാക്കിനകത്ത് ഇത് സെപ്പറേറ്റ് ചെയ്യണം കണ്ടോ? അപ്പൊ ആദ്യത്തെ ആളുടെ സ്ക്വയർ 100ന്റെ സ്ക്വയർ 100 × 100 എന്നുവെച്ചാൽ 2 0 100ലുണ്ട്, അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 0 വരും. പ്ലസ് രണ്ടാമത്തെ ആളുടെ സ്ക്വയർ 5ന്റെ സ്ക്വയർ അറിയില്ല, 5 × 5 25 പ്ലസ് 2 × ആദ്യത്തെ ആള് ഇൻറ്റു രണ്ടാമത്തെ ആൾ. ഒന്നുകൂടി പറയാം സാറ്. 100ന്റെ സ്ക്വയർ അത് എഴുതി, 5ന്റെ സ്ക്വയർ അത് എഴുതി, പിന്നെ ഒരു 2 എഴുതാം, 100 എഴുതാം, 5 എഴുതാം, എല്ലാം കൂടി കുടിക്കണം. 2 × ആദ്യത്തെ ആൾ ഇൻറ്റു രണ്ടാമത്തെ ആൾ. സോ ദിസ് ഇസ് ഇക്വൽ ടു ഇവിടെ 2 കിടപ്പുണ്ട്, ബ്രാക്കറ്റിനകത്ത് ഇത് ചെയ്യണം. 10,000 പ്ലസ് 25 പ്ലസ് 2 × 100 എത്രയാണ്? 200. 200 × 5 എത്രയാണ്? 1000. ഓക്കെ. ഇതെല്ലാം കൂടി നിങ്ങൾ എഴുതി ഇവിടെ കൂട്ടാം. 10,000 + 1000 11,000 11,025. 2 × 11,025 രൂപ കിട്ടും. മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ 2 × 11,025 ചെയ്യുമ്പോൾ 11 0 2 5 × 2 2 10 0 ശിഷ്ടം 1 2 4 1 5 1 2 2 1 3 1 2 2 23,000 2 10 ശിഷ്ടം 2 4 1 5 2 0 0 50 രൂപ 23,015 റുപ്പീസ് ആണ് 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 5% പലിശ നിരക്കില് 20,000 ബാങ്കിലിട്ടാൽ 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 23,050 രൂപയാണ് കിട്ടുക. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് P എന്നെടുത്തു, റേറ്റ് 5 എന്നെടുത്തു, എത്ര വർഷത്തേക്കാണ് കണ്ടത് അതിന് N എന്നെടുത്തു. എന്നിട്ട് ഈ ഫോർമുല കാണാപ്പടം പഠിക്കുക. എമൗണ്ട് ഇസ് ഈക്വൽ ടു P × 1 + R/100 ഹോൾ റേസ് ടു N. ദെൻ എമൗണ്ടിന്റെ സ്ഥലത്ത് നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആവാം, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാവാം. അപ്പം അങ്ങനെയാണെങ്കിൽ പലിശ നമുക്ക് അങ്ങോട്ട് അടക്കേണ്ടി വരും, നമുക്ക് കിട്ടില്ല. ആ എമൗണ്ട് ഇവിടെ കൊടുക്കുക. ദെൻ 1 + rate/100 കൊടുക്കാം. ഓക്കെ. ഇനി 100നെ ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ 100 ആവും. ഒന്നുമില്ല, ഇവിടെ എപ്പോഴും ഒന്നാണ്. അപ്പോൾ 100 × 1 എപ്പോഴും 100 വരും. അവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഒരു പ്രാവശ്യം പഠിച്ചാൽ എപ്പോഴും എഴുതാം അങ്ങനെ തന്നെ. ദെൻ എന്താണ് 5 ഉണ്ട്, അപ്പോൾ 100 + 5 താഴെ 100 എഴുതാം, റേസ് ടു 2 എവിടെ നിന്ന് വന്നു? N = 2. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 100 + 5 2 തവണ 100 + 5 ഹോൾ സ്ക്വയർ, 100 2 തവണ താഴെ 100 സ്ക്വയർ. 100 സ്ക്വയർ ആദ്യം ചെയ്യാം. അത് 100 × 100. ഈ 0 0 വെട്ടിപ്പോയി, ഈ 0 0 ഒക്കെ വെട്ടിപ്പോയി കേട്ടോ. നേരെ കുറച്ച് ഇവിടെ 5 ഉണ്ടെങ്കിൽ നടുവിലുള്ള 0 വെട്ടാൻ പാടില്ല കേട്ടോ. അറ്റത്തുള്ള 0കളെ വെട്ടിക്കളയാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ 2 മാത്രം ബാക്കിയായി. ഇവിടെ 100 + 5 ഹോൾ സ്ക്വയർ ആയി. ഈ 100 + 5 ഹോൾ സ്ക്വയറിനെ നമുക്ക് 100 + 5 2 പ്രാവശ്യം ഗുണിക്കാമെന്ന് എഴുതാം. 100 + 5 × 100 + 5. അങ്ങനെയാണെങ്കിൽ ആദ്യത്തേതിന്റെ സ്ക്വയർ 10,000, രണ്ടാമത്തേതിന്റെ സ്ക്വയർ 25. പിന്നെ എന്ത് ചെയ്യണം? ഒരു 2 എഴുതിയിട്ട് ആദ്യത്തെ ആൾ ഇൻറ്റു രണ്ടാമത്തെ ആൾ. ഓക്കെ. അപ്പോൾ എത്ര കിട്ടി? 10,000 + 25 + 2 × 100 200 200 × 5 നിങ്ങൾ ചെയ്യുക, 1000 രൂപ കിട്ടും. ഓക്കെ. ഇതെല്ലാം കൂടി ആദ്യം കൂട്ടണം. ഇതൊരു ബ്രാക്കറ്റിനകത്ത് ഇടണം കേട്ടോ. ഈ 2 വെച്ച് ഇപ്പോൾ ഗുണിക്കാൻ പാടില്ല, അവസാനം ഗുണിക്കാൻ പാടുള്ളൂ. അപ്പോൾ 10,000 25 1000 11,025 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 23,050.
അതായത് 2 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിൽ 5% പലിശയാണ് ബാങ്ക് നൽകുന്നതെങ്കിൽ 23,050 രൂപ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ചെയ്യാം. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 91 എടുക്കുക. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നാൻസി ഡെപ്പോസിറ്റഡ് 15,000 റുപ്പീസ് ഇൻ എ ബാങ്ക്. നാൻസി 15,000 രൂപ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. അപ്പോൾ നമുക്കറിയാലോ, നമ്മൾ പഠിച്ചു പി എന്താണ്? 15,000 രൂപ. P is equal to 15,000. അപ്പോൾ നാൻസി ഡെപ്പോസിറ്റഡ് 15,000 റുപ്പീസ് ഇൻ എ ബാങ്ക് വിച്ച് പേസ് 9% ഇൻട്രസ്റ്റ്. 9% ഇൻട്രസ്റ്റ് ആണ് ആ ബാങ്ക് കൊടുക്കുന്നത്. സോ ഇൻട്രസ്റ്റ് റേറ്റ് R is equal to 9%. ഓക്കെ, 9% ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് കോമ്പൗണ്ട് ആനുവലി. ഇത് ആനുവലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, അതായത് കൂട്ടുപലിശ നിരക്കിലാണ് ഇത് കാണുന്നത്. ഹൗ മച്ച് വുഡ് ഷീ ഗെറ്റ് ആഫ്റ്റർ 2 years? 2 വർഷത്തിന് ശേഷം ഇവർക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ n is equal to 2 year. അപ്പോൾ ഇത്രയും ഡാറ്റയാണ് ആ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. ഇത്രയും ഡാറ്റ മതി നമുക്ക്. അതായത് എത്ര രൂപ നമ്മൾ നിക്ഷേപിച്ചു? 15,000 രൂപ നിക്ഷേപിച്ചു, ഡെപ്പോസിറ്റ് ചെയ്തു. എത്ര പെർസെൻറ്റേജ് ആണ് റേറ്റ്? 9% ആണ് റേറ്റ്. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ആ ബാങ്ക് ചെന്ന് നോക്കുമ്പോൾ എത്ര എമൗണ്ട് ഉണ്ടെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ആദ്യം ഫോർമുല നന്നായിട്ട് കാണാപ്പടം പഠിച്ചിട്ടുണ്ടാവണം. A is equal to P into 1 plus R by 100 whole raised to n. സോ ഇതാണ് നമ്മുടെ ഫോർമുല. ഒന്നുമില്ലേ ഫോർമുല? 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്, ഇവിടെ റേറ്റ്, നിങ്ങൾ എത്ര വർഷത്തേക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ P എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 15,000, 15,000 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1 എഴുതുക, പ്ലസ് എഴുതുക. R എന്ന് പറഞ്ഞാൽ എത്ര റേറ്റ്? 9%. അവിടെ ശതമാനം എഴുതരുത്, 9 എന്ന് എഴുതാവും. 9 ബൈ 100 റേസ് ടു എത്ര വർഷമാണ്? 2 വർഷം. 2. കണ്ടോ? ഇനി സാറ് പറഞ്ഞ എന്താണ്? ഈ 100 കൊണ്ട് ഇതിനെ ഗുണിക്കണം. സോ ദിസ് ഈസ് ഈക്വൽ ടു 15,000 ഇൻറ്റു 100 ഇൻറ്റു 1 100 പ്ലസ് ഈ 9 ഡിവൈഡഡ് ബൈ താഴെയുള്ള 100 ദെൻ അതിൻ്റെ മീതെ 2. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് സാർ എന്ന് പറഞ്ഞത് ഈ മുകളിലുള്ളവർ തമ്മിൽ കൂട്ടി അതിൻ്റെ മീതെ സ്ക്വയർ എഴുതണം, താഴെയുള്ളതിൻ്റെ മീതെയും സ്ക്വയർ എഴുതണം. ഈക്വൽ ടു 15,000 ഇൻറ്റു ഇത് 2 കൂടി 100 പ്ലസ് 9 ഹോൾസ്. കൂട്ടിയിടരുത്, ഇപ്പോൾ 109 എന്ന് എഴുതരുത്. ഓക്കെ, ഡിവൈഡഡ് ബൈ 100ൻ്റെ സ്ക്വയർ, 100 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകത വെച്ചാൽ ഈ 0 ഈ 0 വെട്ടിപ്പോയി, ഈ 0 ഈ 0 വെട്ടിപ്പോയി, ഈ 0 ഈ 0 വെട്ടിപ്പോയി. കണ്ടോ? സോ ദിസ് ബിക്കം 15 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 100 പ്ലസ് 9 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ താഴെ ഇവിടെ ഒരു 10 ആണുള്ളത്. കണ്ടോ? പൂജ്യങ്ങളൊക്കെ പോയി, പിന്നെ ഒരു 0 ബാക്കിയില്ല, ഒരു 1 ഉണ്ട്, അപ്പോൾ 10. ഇനി നമ്മൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഇട്ട് ചെയ്യാം. ആദ്യം ചെയ്ത് നോക്കാം എത്രയാണ് വരുന്നത് സെപ്പറേറ്റ്. അപ്പോൾ അത് സാറ് വേറെ എടുത്ത് ചെയ്ത് നോക്കിയാണ്. നമുക്ക് അവിടെ ഇട്ട് ചെയ്യേണ്ട, അവിടെ സ്ഥലമില്ല. ഇത് മാത്രം വേറെ സെപ്പറേറ്റ് ചെയ്ത് നോക്കുകയാണ് സാറ്. കണ്ടോ? എന്നിട്ട് ഉത്തരം കിട്ടുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നോക്കും അടുത്ത സ്റ്റെപ്പിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിൻ്റെ സ്ക്വയർ കാണാം, 100ൻ്റെ സ്ക്വയർ പ്ലസ് ദെൻ രണ്ടാമത്തെ ആളുടെ സ്ക്വയർ കാണാം, 9ൻ്റെ സ്ക്വയർ. കണ്ടോ? പ്ലസ് ദെൻ 2 ഇൻറ്റു ഈ 2 പേരും ഗുണിക്കുക, 100 ഇൻറ്റു 9. ഒന്നുകൂടി സാറ് പറയാം. ആദ്യത്തിൻ്റെ സ്ക്വയർ 100 സ്ക്വയർ പ്ലസ് രണ്ടാമത്തിൻ്റെ സ്ക്വയർ 9 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ ആൾ ഇൻറ്റു രണ്ടാമത്തെ ആൾ. ക്ലിയർ ആണോ? ഓക്കെ, 100ൻ്റെ സ്ക്വയർ ആണ് ഇപ്പോൾ ഈ 1 എഴുതിയ ശേഷം ഈ 2 0 ഇരട്ടിയാക്കുക, 4 0 പ്ലസ് 9ൻ്റെ സ്ക്വയർ നിങ്ങൾ പഠിക്കണം, 9 ഇൻറ്റു 9 81. സോ 81 എന്ന് എഴുതാം. പ്ലസ് 2 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 200. 2 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 200 ഇൻറ്റു 9. കണ്ടോ? അപ്പോൾ ഇവിടെ 200 ഇൻറ്റു 9 ചെയ്യണം. അത് കഴിഞ്ഞിട്ടില്ല. ഇവിടെയൊക്കെ കഴിഞ്ഞു, 10,000 കഴിഞ്ഞു, 9ൻ്റെ സ്ക്വയർ 81 കഴിഞ്ഞു. ഇവിടെ ഗുണിച്ച് കഴിഞ്ഞിട്ടില്ല. ഗുണിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ 200 ഇൻറ്റു 9 എങ്ങനെ ചെയ്യും സാർ? വളരെ എളുപ്പമാണ്. 2 ഇൻറ്റു 9 ചെയ്യാം, 18 കിട്ടും. ഇതിന് ആ 2 0 ചേർത്ത് എഴുതിയാൽ മതി. സോ 10,000 പ്ലസ് 81 പ്ലസ് 9 2 18 1800. മനസ്സിലായോ? ഇതെല്ലാം കൂടി കൂട്ടാം. അപ്പോൾ 10,000 സാർ എഴുതി, 1 2 3 4 0 പ്ലസ് 81. 81 എഴുതുമ്പോൾ ഇവിടെ കൂടെ എഴുതരുത്, അറ്റത്ത് എഴുതണം. കണ്ടോ? 1800 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് എഴുതി ഇങ്ങനെ വരാം. അപ്പോൾ കറക്റ്റ് സ്ഥലത്ത് നിന്നോളൂ. കണ്ടോ? കൂട്ടാം. 0 1 0 1 8 എല്ലാ 0 കൂടി കൂട്ടുമ്പോൾ 8 തന്നെ.
ഇവിടെ 8 പൂജ്യം വരുമ്പോൾ 8, ഇവിടെ വരുമ്പോൾ 1, ഇവിടെ വരുമ്പോൾ 1. അപ്പോൾ 11,881 ആണ് ഇത് ചെയ്യുമ്പോൾ കിട്ടുക. ഇത് ചെയ്യുമ്പോൾ മാത്രം കിട്ടാം. മനസ്സിലായോ? ഇവിടെ ഒന്നും വ്യത്യാസമില്ല. ഇത് ചെയ്യുമ്പോൾ മാത്രം എത്ര കിട്ടും? 11,881. അതെനിക്ക് കിട്ടി. അതിനോട് കൊണ്ടു എഴുതാൻ പോവുകയാണ്. സ്ഥലമില്ലാത്തതുകൊണ്ട് മോണിത്ത് മാറ്റിയാണ്. ഓക്കെ, ഞാൻ എഴുതാൻ പോവുകയാണ്. 15 ഇൻറ്റു ഇവിടെ ഇത് ചെയ്തപ്പോൾ ഇത് മാത്രം ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? ഇത്രയും കിട്ടി. 11,881 ബൈ താഴെ എത്രയുണ്ട്? 10. ഓക്കെ, ക്ലിയർ? എല്ലാം ആക്കിനെ ഞാൻ അതിനകത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ഇത് രണ്ടും കൂടി ഗുണിക്കണം. വേണ്ടേ? മൾട്ടിപ്ലൈ ആണ്. ആദ്യം വലിയ സംഖ്യ എഴുതുക. 11,881 ഇൻറ്റു ദെൻ ഈ സംഖ്യ എഴുതുക 15. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 1 ഒരു 5, 5. 5 ഇൻറ്റു 8 8 5 40 0 ശിഷ്ടം 4. 5 ഇൻറ്റു 8 8 5 40 44 44 4 ശിഷ്ടം 4. 1 5 5 5 4 9 1 5 5. ഓക്കെ, ഇനി 1 വെച്ച് ഗുണിക്കണം. 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 8 8, 1 ഇൻറ്റു 8 8, 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 1 1. ഓക്കെ, എല്ലാം കൂടി കൂട്ടാം. 5 0 1 കൂട്ടുമ്പോൾ 1, 8 4 12 ശിഷ്ടം 1, 9 9 12 8 ശിഷ്ടം 1, 5 6 7 17. സോ ഇത് രണ്ടും കൂടി ഗുണിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 17,82 1 5 ഹരണം 10 വെച്ച് കഴിക്കാൻ വളരെ എളുപ്പമാണ് മക്കളെ. ഈ അവസാനം കിടക്കുന്ന സംഖ്യയില്ലേ അത് തൊട്ട് പിന്നെ ഒരു കുത്തിട്ടാൽ മതി. സോ ദ ആൻസർ ഈസ് 17,82 1.5. അതായത് ഇവിടെ 50 പൈസയാണ് അത്. കണ്ടോ? 0.5 എന്ന് പറഞ്ഞാൽ 50 പൈസയാണ്. 0 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സാർ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. 17,821 രൂപ 50 പൈസ. ആ 50 പൈസ നമ്മൾ എടുക്കാറില്ല അല്ലേ? അത് നമുക്ക് വേണമെങ്കിൽ 1 രൂപ ആക്കാം, അല്ലെങ്കിൽ എന്താണ് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഒഴിവാക്കാം തൽക്കാലം. 17,082 രൂപ. ഇത്രയും രൂപയിൽ നമുക്ക് കിട്ടുള്ളൂ. 50 പൈസ ഒന്നും അവർ തരില്ല. ഓക്കെ, അപ്പോൾ 17,821 രൂപ. ഇത്രയും എമൗണ്ട് ആണ് നമുക്ക് എന്താണ് ആ ബാങ്കിൽ നിന്ന് പലിശയായിട്ട് കിട്ടുക. 50 പൈസ വേണമെങ്കിൽ നമുക്ക് എഴുതാം, തെറ്റൊന്നുമില്ല. ഈ 0.5 എന്ന് ഉദ്ദേശിക്കുന്നത് പൈസയാണ്. ഇത്രയുമാണ് രൂപ വരുന്നത്. 17,821 രൂപ 50 പൈസ. ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസുകളാണ്. 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. 3 നമുക്ക് പഠിക്കാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലേക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനാസ് ഡെപ്പോസിറ്റഡ് ₹20,000 ഇൻ എ ബാങ്ക്. അനാസ് ഒരു ബാങ്കിൽ 20,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. വേർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻ കമ്പ്യൂട്ടർ 6% ആനുവലി. അപ്പോൾ അനാസ് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 20,000. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആനുവലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 6% ഇൻട്രസ്റ്റ്, 6% ആനുവലി. സോ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 6%. മനസ്സിലായോ? ഓക്കെ, ഹൗ മച്ച് എമൗണ്ട് ഹി വിൽ ഗെറ്റ് അറ്റ് ദ എൻഡ് ഓഫ് 3rd ഇയർ? അയ്യോ, 3rd ഇയർ ആണ് വെച്ചാൽ n = 3 ഇയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർമുല എഴുതാം. എന്താ നമ്മുടെ ഫോർമുല? എമൗണ്ട് ആഫ്റ്റർ 3 ഇയർ ഇസ് ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് റേറ്റ് ബൈ 100 ഹോൾ റേസ് ടു n. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് അവർ P? P എന്ന് പറഞ്ഞാൽ 20,000. 20,000 into 1 plus rate. What is our rate? 6%. 6/100 raised to n. What is our n? 3 വർഷം. മനസ്സിലായോ? 6ന്റെ സ്ഥലത്ത് റേറ്റ് എഴുതുക, എൻ്റെ സ്ഥലത്ത് 3 വർഷം എഴുതുക, പിയുടെ സ്ഥലത്ത് 20,000 എഴുതുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 20,000 ഇൻറ്റു ഇതും കൂടെ ഗുണിക്കുക. 1 × 100 100 പ്ലസ് 6 ഈ 100 താഴെ എഴുതുക, റേസ് ടു 3. ഓക്കെ, ദെൻ താഴെയുള്ളത് 3 തവണ എഴുതണം. ഇനി 3 തവണ എഴുതണം. സോ ദിസ് ഇസ് ഈക്വൽ ടു 20,000 ഇൻറ്റു 100 പ്ലസ് 6 3 തവണ ഡിവൈഡഡ് ബൈ, ഓക്കെ, 100 ഇവിടെ താഴെ 3 തവണ, 100 ഇൻറ്റു 100 ഇൻറ്റു 100. കണ്ടോ? ദെൻ ഈ 0 0 വെട്ടാം, ഈ 0 ഈ 0 വെട്ടി, ഈ 0 ഈ 0 വെട്ടി, ഈ 0 ഈ 0 വെട്ടി. ഇപ്പോൾ താഴെ 100 കിടപ്പുണ്ട്, മുകളിൽ 2 കിടപ്പുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ 100 പ്ലസ് 6 3 തവണ ഡിവൈഡ് ബൈ താഴെ
100. ഇത്ര നിൽക്കട്ടെ. ഞങ്ങൾക്ക് 100 + 6 3 തവണ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് മാറ്റിയാണ് സാറ്, സ്ഥലമില്ല നമുക്ക്, ഇത്ര നമ്മളെ മുന്നിലുണ്ട്. ഓക്കെ, നമ്മളെ മുന്നിലുള്ളത് ഇവിടെ എടുത്ത് എഴുതുന്നത് 2 ഇൻറ്റു എന്താണ് 100 + 6 3 തവണ ഡിവൈഡ് ബൈ താഴെ ഒരു 100. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, അപ്പൊ ഈ 100 + 6 3 തവണ ഗുണിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം 2 തവണ ഗുണിക്കാം. 100 + 6 സ്ക്വയർ 2 തവണ ഇൻറ്റു ഒരു തവണയും കൂടി. നോക്കൂ സാറ് ഇതിനെ പിരിച്ച് എഴുതിയേക്കാണ്, കണ്ടോ? 100 + 6 3 തവണ ഗുണിക്കാൻ പറഞ്ഞാൽ 2 തവണ ഗുണിക്കാം, പിന്നെ ഒരു തവണയും കൂടി. ക്ലിയർ? ഓക്കെ, അപ്പൊ 2 തവണ ഗുണിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ സ്ക്വയർ? 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000 പ്ലസ് ഇതിന്റെ സ്ക്വയർ 36. 6ന്റെ സ്ക്വയർ 6 × 6 36. ദെൻ 2 എഴുതുക ഇൻറ്റു ഇത് എഴുതുക 100 ഇൻറ്റു ഇത് എഴുതുക 6. സോ 10,000 പ്ലസ് 36 പ്ലസ് 2 × 100 200 ഇൻറ്റു 6. 10,000 പ്ലസ് 36 പ്ലസ് 2 × 6 12. 2 0. ഇനി എല്ലാം അവിടെ കൂട്ടണം. 10,000 പ്ലസ് 36 പ്ലസ് 1200. 6 3 2 1 1. അപ്പോൾ 11,236 ആണ് 2 തവണ ഗുണിക്കുമ്പോൾ കിട്ടുക. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ സാർ ഇതിനെ 2 ഇൻറ്റു ഇത് 2 തവണ ഗുണിക്കുക ഇൻറ്റു ഒരു തവണ, അങ്ങനെ 3 തവണ. മനസ്സിലായോ? ഇതിനെ 3 തവണ ഗുണിക്കണമല്ലോ. അപ്പൊ 2 തവണ ഗുണിക്കണത് എഴുതിയിട്ട് പിന്നെ ഒരു തവണ സെപ്പറേറ്റ് എഴുതി. എന്നിട്ട് ഈ 2 തവണ ഗുണിക്കണത് ഞാൻ കണ്ടു നമ്മുടെ മെത്തേഡ് ഉപയോഗിച്ച്. അപ്പൊ എനിക്ക് എത്ര കിട്ടി? 11,236 കിട്ടി. അതവിടെ എഴുതി. താഴെ 100 ഉണ്ട് കേട്ടോ. 2 ഇൻറ്റു എനിക്ക് എന്താണ് ഇവിടെ കിട്ടിയത്? 11,236 ഇൻറ്റു ഇത് എനിക്ക് ഇതിനകത്ത് കൂട്ടാം. 100 + 6 106. കണ്ടോ? ഡിവൈഡഡ് ബൈ താഴെ എന്താണ് 100. ഈ 100 വെച്ച് ഇപ്പൊ നമ്മൾ ഹരിക്കണ്ട, ഒന്നും ആലോചിക്കണതിനെ കുറിച്ച്. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ആദ്യം ഈ 2 കൊണ്ട് ഇതിനെ ഗുണിക്കുക. ഓക്കെ, അപ്പോൾ 1 1 2 3 6 ഇൻറ്റു 2. ഓക്കെ, അത് ആദ്യം ഇത് ചെയ്യും. ക്ലിയർ? അപ്പോൾ 6 2 12 2 ശിഷ്ടം 1 3 2 6 1 7 2 4 1 2 2 1 2 2 ഇത്രയും കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ 22,472 ഇൻറ്റു 106/100 ഇങ്ങനെ എഴുതാം. ഓക്കെ, ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതിനെ ഇത് വെച്ച് ഗുണിച്ചിട്ട് ഇത് വെച്ച് ഹരിക്കണം. ഓ, വലിയ സംഖ്യയാണ്. 22,472 ഇൻറ്റു 106. ഓക്കെ, നമുക്ക് ഗുണിക്കാം. ഓക്കെ, 106 ഗുണിക്കാൻ പോവുകയാണ്. 6 2 12 2 ശിഷ്ടം 1 7 6 6 36 7 42 42 1 42 3 ശിഷ്ടം 4 6 4 24 24 4 28 8 ശിഷ്ടം 2 6 2 12 2 14 4 ശിഷ്ടം 1 6 2 12 1 13. അടുത്ത് 0 വെച്ചുള്ള ഗുണം എല്ലാം 0 ആയിരിക്കും. വളരെ എളുപ്പം കഴിയും. മനസ്സിലായോ? 0 × 2 ഇവിടെ എഴുതി, 0 × 7 ഇവിടെ എഴുതി, 0 × 4 ഇവിടെ എഴുതി, 0 × 2 ഇവിടെ എഴുതി, 0 ഇവിടെ. ഓക്കെ, ശരിയല്ലോ? 1 2 3 4 5 1 2 3 4 5. അടുത്ത 1 വെച്ച് ഗുണിക്കാൻ എളുപ്പമാണ്, കാരണം അത് നേരാണ് എഴുതിയാൽ മതി. 1 × 2 2 7 4 2 2. കണ്ടോ? അപ്പൊ ആദ്യത്തെ ഗുണം മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ, ബാക്കിയൊക്കെ ഈസിയാണ്. 0 വെച്ച് എല്ലാം 0, 1 വെച്ച് ആകുമ്പോൾ അത് തന്നെ താഴെ വരും. നിങ്ങൾ നീക്കി എഴുതാമെന്നുള്ളൂ. ഇതിനെല്ലാം കൂടി ആഡ് ചെയ്യുക. 2 3 8 2 10 0 ശിഷ്ടം 1 6 4 10 8 4 12 ശിഷ്ടം 1 5 5 3 8 3 2. സോ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ഇത് രണ്ടും കൂടി ഗുണിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതാണ്. അപ്പോൾ സാർ അത് 23 8 2 0 32 ഹരണം 100. അപ്പൊ സാറ് 10 കൊണ്ട് ഹരിക്കാൻ പഠിപ്പിച്ചെന്നില്ലേ? ഒരു സ്ഥാനം കഴിഞ്ഞ് കുത്തിട്ടാണ്, അതായത് 0 എണ്ണിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതുപോലെ ഇവിടെ 100 കൊണ്ട് ഹരിക്കാൻ പറയുമ്പോൾ 2 പേരെ ഇപ്പുറത്തേക്ക് കുത്തിടണം. 10 കൊണ്ടാണെങ്കിൽ ഒരു സ്ഥാനം, ഇവിടെ നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞ്. 100 കൊണ്ടാണെങ്കിൽ 2 സ്ഥാനം കഴിഞ്ഞ് കുത്തിടണം.
സോ ദ ആൻസർ 238 20 32 എഴുതിയിട്ട് 2 സംഖ്യ ഉത്തരം. അതായത് നിങ്ങളുടെ ടോട്ടൽ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 23,820 രൂപ. 32 പൈസ ഒഴിവാക്കുക. സോ ദ ഫൈനൽ ആൻസർ ഈസ് 23,820 റുപ്പീസ് ആണ് 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട്. മനസ്സിലായല്ലോ? ഇനി ഒന്നും കൂടി ഈ വീഡിയോ റിവൈൻഡ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്കിത് ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ദിയ deposited rupees 8,000 in a bank where compound interest is compounded annually at 10%. Rupees 5,000 was withdrawn by her at the end of 2 years. How much amount will be here in the account Diya after 1 more year? ഓക്കെ, അപ്പോൾ ഇച്ചിരി കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് എഴുതുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 നിങ്ങളൊന്ന് വായിച്ച് നോക്കാം. ഒരു കൺഫ്യൂഷൻ ആണ് അല്ലേ, കിട്ടുന്നില്ല അല്ലേ? നോക്കാം നമുക്ക്. ദിയ ഡെപ്പോസിറ്റ് റുപ്പീസ് 8,000 ഇൻ എ ബാങ്ക്. ദിയ എന്ന് പറയുന്ന ഒരു കുട്ടി 8,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്താ മനസ്സിലായത്? നമ്മുടെ പി എന്ന് പറയുന്നത് 8,000 രൂപ. ഓക്കെ, where compound interest is computed annually at 10%. At 10%. Rate 10%. ഓക്കെ, 10% റേറ്റ്. റുപ്പീസ് 5,000 വാസ് വിത്ഡ്രോൺ ബൈ ഹെർ അറ്റ് ദ എൻഡ് ഓഫ് 2 years. 2 വർഷം കഴിഞ്ഞ് 5,000 രൂപ ദിയ അതിൽ നിന്ന് പിൻവലിച്ചു. അതായത് നിങ്ങൾ കൊണ്ടുപോയി 8,000 രൂപ ബാങ്കിൽ ഇട്ടു എന്ന് വിചാരിക്കും. 2 വർഷം കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് പൈസ ഉണ്ട്, നിങ്ങൾ ഒരു 5,000 രൂപ എടുത്തു. എന്നിട്ട് പിന്നെയും 1 വർഷം കൊണ്ട് കഴിഞ്ഞ് ചെന്നിട്ട് നോക്കുമ്പോൾ എത്ര രൂപ ഉണ്ടെന്നാണ് ചോദ്യം. സോ ഹൗ മച്ച് എമൗണ്ട് വിൽ ബി ഹിയർ ഇൻ ദ അക്കൗണ്ട് ഓഫ് ദിയ ആഫ്റ്റർ 1 more year? കണ്ടോ, ആ ചോദ്യത്തിൻ്റെ അർത്ഥം 1 വർഷം കൊണ്ട് കഴിഞ്ഞ് ദിയ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എത്ര രൂപയുണ്ട്. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ ദിയ പൈസ എടുത്തല്ലോ. അപ്പോൾ നമ്മൾ n=2 എന്നെടുത്തിട്ട് 2 വർഷം കഴിയുമ്പോൾ അതിനകത്ത് എത്രയുണ്ടായെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ നിന്നാണ് 5,000 രൂപ കുറയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതാണ് നമ്മൾ 3ാമത്തെ വർഷത്തെ മുതൽ അഥവാ പ്രിൻസിപ്പൽ എമൗണ്ട്. ദെൻ 1 വർഷം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ 4ാമത്തെ വർഷം തുടക്കത്തിൽ, അതായത് 3 വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോൾ എത്ര രൂപ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിടാം. 2 വർഷം കഴിഞ്ഞിട്ടാണല്ലോ എന്തായാലും 5,000 രൂപ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ എത്ര രൂപ ഉണ്ടാവും ആദ്യം കണ്ടുപിടിക്കാം. സോ എമൗണ്ട് ആഫ്റ്റർ 2 years is equal to amount is equal to P into 1 plus rate by 100 whole raised to n. ഇതാണല്ലോ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ പി എന്താ? 8,000. സാറോട് 8,000 എഴുതി. ഓക്കെ, 1 പ്ലസ് റേറ്റ് എത്രയാണ്? 10% ബൈ 100 റേസ്റ്റ് എത്രയാണ്? 2. ഓക്കെ, ഇപ്പോൾ വളരെ വേഗത്തിൽ ചെയ്യാം. 8,000 ഇൻറ്റു ഇത് 1 പ്ലസ് ഇതിങ്ങനെ ഗുണിക്കുക. അപ്പോൾ 100 പ്ലസ് 10 ഡിവൈഡ് ബൈ 100 ഹോൾ റേസ്റ്റ് ടു 2 അല്ലേ? സീക്വൽ ടു 8,000 ഇൻറ്റു 100 പ്ലസ് 10 എന്താണ്? 100 പ്ലസ് 10 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇവിടെ 100 2 തവണ. ഓക്കെ, 1 0 1 0 വെട്ടിപ്പോയി, 1 0 1 0 വെട്ടിപ്പോയി, 1 0 1 0 വെട്ടി താഴെ 10 ഉണ്ട് കേട്ടോ. ഓക്കെ, സോ ദിസ് ബിക്കം 8 ഇൻറ്റു 100 പ്ലസ് 10 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 10. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ 100 പ്ലസ് 10 ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ 100 പ്ലസ് 10 ഹോൾ സ്ക്വയർ എങ്ങനെയാണ് കാണാം? 100ന്റെ സ്ക്വയർ ആദ്യം കാണാം, അതായത് 10,000 പ്ലസ് 10ന്റെ സ്ക്വയർ കാണാം. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 പ്ലസ് പിന്നെന്താ 2 ഇൻറ്റു എന്ത് ചെയ്യണം? ആദ്യത്തെ ആൾ 100 ഇൻറ്റു രണ്ടാമത്തെ ആൾ 10. ഓക്കെ, സോ ദിസ് ഈസ് 10,000 പ്ലസ് 100 പ്ലസ് 100 ഇൻറ്റു 2 എത്രയാണ്? 200 ഇൻറ്റു 10 2,000. ഓക്കെ, എല്ലാം കൂടി കൂട്ടാം. 0 0 1 2 1. അപ്പോൾ നിങ്ങൾക്ക് 12,100 രൂപ കിട്ടും. മനസ്സിലായോ? സോ മോളിൽ ഇതിൻ്റെ ഉത്തരത്തിൽ 12,100 രൂപ ഡിവൈഡഡ് ബൈ താഴെ എന്താണ്? ഒരു അല്ല ഇൻറ്റു 8 ഉണ്ട്. ഇവിടെ 8 ഉണ്ട്, താഴെ എന്താണ്? 10. മനസ്സിലായോ? ഇത് മാത്രം ചെയ്യുമ്പോൾ 12,100 ഉണ്ട്, മുന്നിലൊരു 8 ഉണ്ട്. സാർ രണ്ടാമത്തെ എഴുതിയെന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. താഴെ 10. അപ്പോൾ ഇവിടെ വെച്ചാൽ ഈ 0 വെട്ടിപ്പോയി. പിന്നെ നിങ്ങൾക്ക് 121 ഇൻറ്റു 8 ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പം അത് ചെയ്യുമ്പോൾ 121 ഇൻറ്റു 8 ഇതാണ് എമൗണ്ട് യു വിൽ ഗെറ്റ് ആഫ്റ്റർ 2 years.
സോ അതിന് വേണ്ടി 121 8 കൊണ്ട് ഗുണിച്ചാൽ ആദ്യം എന്നിട്ട് ഈ 0 അത് 121 ഇൻറ്റു 8 ചെയ്തിട്ട് 0 അവസാനം ചേർത്താൽ മതി. ഓക്കെ, ഒരു 8 8 16 6 ശിഷ്ടം 1 ഒരു 8 8 1 9. ഓക്കെ, 9. സോ ദിസ് ഇസ് ഈക്വൽ ടു 9680. ഇത്രയും എമൗണ്ട് ആണ് നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞിട്ട് ലഭിക്കുക. ഓക്കെ, സോ ആഫ്റ്റർ 2 years 2 വർഷത്തിന് ശേഷം ഈ പറയുന്ന ആരാണ് ദിവ്യ പോയിട്ട് 5000 രൂപ അതിൽ നിന്ന് എടുത്തു. സോ ആഫ്റ്റർ 2 years 5000 rupees ഈസ് വിത്ഡ്രോൺ. 2 വർഷത്തിന് ശേഷം 5000 രൂപ അതിൽ നിന്ന് എടുത്തു എന്ന് പറയുമ്പോൾ കുറയ്ക്കണ്ടേ? ഇപ്പൊ ബാലൻസ് ഇസ് ഈക്വൽ ടു 9680 മൈനസ് 5000. നമുക്ക് ചെയ്യാം. 0.8695 4680. ഓക്കെ, ഇതല്ല ചോദ്യം. ഈ പൈസ അവിടെ ഇട്ടു, പിന്നെയും 1 വർഷം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ എത്ര രൂപ ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പൊ ഇനി നമ്മുടെ പി എന്ന് പറയുന്നത് ഇതായിട്ട് എടുക്കണം. കാരണം നമ്മൾ 5000 രൂപ എടുത്തു പോയി, ഇനി നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല. നമ്മുടെ പൈസയിൽ ഇത്രയും പൈസ ഉള്ളൂ അക്കൗണ്ടിൽ, കണ്ടോ, 4680. അപ്പൊ ഇനി അടുത്ത 1 വർഷത്തേക്ക് കാണുമ്പോൾ പി എന്തായിട്ട് എടുക്കണം? 4680 ആയിട്ട് എടുക്കണം. അപ്പോൾ ആഫ്റ്റർ 1 more year amount is equal to A is equal to P into 1 plus rate by 100 all raised to n. അപ്പോൾ ഇവിടെ പി എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കേണ്ടത് ഈ എമൗണ്ട് ആണ്, 4680. റേറ്റ് വ്യത്യാസമില്ല, 10%. n എടുക്കേണ്ടത് 1 വർഷത്തേക്ക്, കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ചെയ്ത പോലെ 1 തവണയും കൂടി ചെയ്യണം. പക്ഷെ 1 വർഷത്തേക്ക് കണ്ടാൽ മതി. നേരത്തെ പോലെ 2 വർഷത്തേക്ക് കാണണ്ട, 2 വർഷത്തേക്ക് കാണണ്ട. പക്ഷെ പി എടുക്കേണ്ടത് നമുക്ക് എത്രയാണ് 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എമൗണ്ട്, അതിന് 5000 കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിനെയാണ് നമ്മൾ പി എന്ന് പറഞ്ഞെടുക്കണം. അതാണ് പോയിന്റ്. ഓക്കെ, യെസ്, നമുക്ക് ചെയ്യാം. അപ്പോൾ എമൗണ്ട് ഈസ് ഈക്വൽ ടു 4680 ഇൻറ്റു 1 പ്ലസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10 by 100 ഹോൾ റേസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് തന്നെയാണ്. പിന്നെ 2 പ്രാവശ്യം ഗുണിക്കണ്ട, 1 പ്രാവശ്യം ഉള്ളൂ. സോ 4680 ഇൻറ്റു ഈ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 100 ആവും, പ്ലസ് 10 110 ആവും. 110 ബൈ താഴെ 100 എഴുതാം 1 തവണ, കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ 0 വെട്ടാം, ഗുണിക്കണല്ലേ? ഓക്കെ, യെസ്. ദെൻ എന്താണ്? ഈ 0 വെട്ടി. സോ ബാക്കിയുള്ളത് 468 ഇൻറ്റു 11. നമുക്ക് ചെയ്യാമല്ലോ. 468 ഇൻറ്റു 11. 1 8 1 6 1 4 4. 1 8 1 6 1 4 4. സോ 8 6 4 10 14 4 ശിഷ്ടം 1 6 7 7 10 14 1 ശിഷ്ടം 1 5. സോ 51 48. 5148 രൂപയായിരിക്കും നിങ്ങൾക്ക് എന്താണ് ലഭിക്കുക. ഓക്കെ, സോ ദ എമൗണ്ട് യു ഗോട്ട് ആഫ്റ്റർ 1 more year ഈസ് 5148. എന്താണ് ചോദ്യത്തിൻ്റെ അർത്ഥം എന്നുകൂടി പറയാം. ആദ്യം നമ്മൾ 8000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് കിട്ടി. ആദ്യം നമ്മൾ 5000 രൂപ എടുത്തു. 1 വർഷം കൂടി അവിടെ തന്നെ ഇട്ടു. അതിനുശേഷം നമ്മൾ ചെന്നപ്പോൾ എത്ര രൂപ ഉണ്ടായി? ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ 8000 രൂപ ഇട്ട് 2 വർഷത്തേക്കുള്ള 2 വർഷം കഴിഞ്ഞുള്ള ടോട്ടൽ എമൗണ്ട് നമ്മൾ ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്തി. ഓക്കെ, ദെൻ അതിന് 5000 രൂപ കുറയ്ക്കുക. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടി, അതാണ് 4680. ദെൻ അതിന് നമ്മൾ 1 വർഷത്തേക്ക് കണ്ടു. അപ്പോൾ എന്നിട്ട് സ്ഥലത്ത് എന്താണ് 1 നടണം. എന്നിട്ട് ഇതേപോലെ ചെയ്യുക. സോ 1 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ 5148 രൂപ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ? Varun borrowed ₹25,000 from the bank where compound interest in computer at 11% annually. He repaid ₹1 lakh at the end of 2 years. How much amount he has to repay after 1 more year? നന്നായി ക്വസ്റ്റ്യൻ വായിക്കുക, മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചാ വായിച്ചു നോക്ക്. അപ്പോൾ അത് നോക്കാം. വരുൺ ബോറോഡ്, നേരത്തെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. ഇത് ബോറോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്കിൽ നിന്ന് കിട്ടി
അല്ലെങ്കിൽ നമുക്ക് ലോണായിട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ ബാങ്കിൽ പോയി എടുക്കുന്നത്. വരുൺ ബോറോഡ് ₹25,000 ഫ്രം എ ബാങ്ക്. ഒരു ബാങ്കിൽ നിന്ന് വരുൺ എന്ത് ചെയ്തു? 25,000 വാങ്ങി. വേർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻ കമ്പ്യൂട്ടർഡ് അറ്റ് 11% ആനുവലി. അവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 11%. ഹി റീപെയ്ഡ് ₹10,000 അറ്റ് ദ എൻഡ് ഓഫ് 2 years. 2 വർഷം കഴിഞ്ഞപ്പോൾ 10,000 അങ്ങോട്ട് അടച്ചു. നേരത്തെ 5,000 നമ്മൾ എടുത്തു, പക്ഷെ ഇവിടെ എന്താണ് 10,000 അങ്ങോട്ട് നമ്മൾ അടച്ചു. നമ്മൾ അവിടെ അടച്ചുകൊണ്ടിരിക്കുകയാണ് പലിശ, ബാങ്കിൽ നിന്ന് എടുത്ത പൈസയ്ക്ക്. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ 10,000 കൊണ്ട് അടച്ചു. ഹൗ മച്ച് എമൗണ്ട് ഹി ഹാസ് ടു റീപേ ആഫ്റ്റർ 1 more year? ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു വർഷത്തിന് ശേഷം എത്ര രൂപ തിരിച്ചടക്കണം? ഒരു വർഷത്തിന് ശേഷം ലോൺ ക്ലോസ് ചെയ്യണമെങ്കിൽ എത്ര രൂപ മൊത്തം തിരിച്ചടക്കണം? അപ്പോൾ നമുക്ക് വരുൺ ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. അതിന് P എടുക്കാം. അത് 25,000. ഓക്കെ. എത്ര ശതമാനമാണ് ബാങ്ക് പലിശ കണക്കാക്കുന്നത്? 11%. അപ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു 11%. ഓക്കെ. ദെൻ 2 വർഷം കഴിഞ്ഞിട്ടാണ് 10,000 രൂപ പിൻവലിക്കുന്നത്. ഓക്കെ, അല്ല തിരിച്ചടക്കുന്നത്. 2 വർഷം ഒന്നും അടച്ചല്ല, 2 വർഷം കഴിഞ്ഞപ്പോഴാണ് 10,000 രൂപ അടയ്ക്കുന്നത്. അപ്പോൾ N is equal to 2 വർഷം എടുത്തിട്ട് 2 വർഷം കഴിയുമ്പോൾ വരുൺ എത്ര രൂപ അടയ്ക്കണം എന്ന് കണ്ടുപിടിക്കാം. സോ ആഫ്റ്റർ 2 years വരുൺ need to pay an amount of A is equal to P into 1 plus rate by 100 whole raised to n. See, what is our P? 25,000 രൂപ into 1 plus what is our rate? 11% by 100 raised to എത്ര വർഷത്തേക്ക്? 2 വർഷത്തേക്ക്. എത്ര മനസ്സിലായോ? ഓക്കെ. ദെൻ 25,000 ഇൻറ്റു ഇവിടെ 100, ഇവിടെ 100 ആവും. ഓക്കെ, 100 + 11 111. അപ്പോൾ 100 + 11 അത് 2 തവണ ഡിവൈഡഡ് ബൈ 100 ഇവിടെ 2 തവണ 100 × 100. ഓക്കെ, ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയാണ്. ഇവിടെ എന്തായാലും 100 വരും. ഇപ്പോൾ 100 + 11 100 + 11 എഴുതിയിട്ട് 2 തവണ എഴുതാം. ഓക്കെ, ഈ മുകളിലത്തെ താഴെ 100 2 തവണ. അപ്പോൾ ഇവിടുത്തെ ഒരു 0, ഈ 0 വെട്ടിപ്പോയി, ഈ 0, ഈ 0 വെട്ടിപ്പോയി, ഈ 0, ഈ 0 വെട്ടിപ്പോയി. സോ ദിസ് ഇസ് ഈക്വൽ ടു 25 ഇൻറ്റു 100 + 11 2 തവണ ഡിവൈഡഡ് ബൈ ഇവിടെ 10 ഉണ്ട് ബാക്കി. ഇതാണ് 2 വർഷം കഴിയുമ്പോൾ തിരിച്ചടയ്ക്കേണ്ട തുക. അപ്പം 100 + 11 സ്ക്വയർ നമുക്ക് സെപ്പറേറ്റ് ഇട്ട് ചെയ്യാം. 100 + 11 സ്ക്വയർ, 100 സ്ക്വയർ 10,000. ഓക്കെ, പ്ലസ് 11 സ്ക്വയർ എത്രയാണ്? 11 × 11 11 × 11 1 1 1 1 1 1 2 1 121. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു ആദ്യം 100 ഇൻറ്റു പിന്നെന്താണ് 11. മനസ്സിലായോ? സോ ദിസ് ഇസ് ഈക്വൽ ടു ആദ്യം 10,000 എഴുതാം. 10,000 പ്ലസ് പിന്നെ 121 പ്ലസ് ഇത് 2 × 100 എത്രയാണ്? 200. 200 × 11 കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്ത് നോക്കുക. 11 × 2 22, 2 0 ചേർക്കുക. അപ്പോൾ 2200. ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടാം. 1 2 2 1 3 2 1. സോ 12,321 രൂപ. അതാണ് ഇവിടെ ഇത് മാത്രം ചെയ്യാൻ നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. സോ ദിസ് ഇസ് ഈക്വൽ ടു 25 ഇൻറ്റു 12,321 ബൈ 10. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 12,321 ഇൻറ്റു 25. 1 5 5 2 10 0 ശിഷ്ട 1 3 5 15 1 16 6 ശിഷ്ട 1 2 10 1 11 1 ശിഷ്ട 1 1 5 5 1 6 1 2 2 ഈ 2 4 3 2 6 ഈ 2 4 1 2 2 5 2 10 0 ശിഷ്ട 1 6 7 8 6 4 10 10 0 ശിഷ്ട 1 3. സോ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 3,0,8,0,2,5/10. അപ്പോൾ സാറ് പറഞ്ഞില്ല 10 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്യണം? ഒരു സ്ഥാനം കഴിഞ്ഞൊരു കുത്തിട്ടാൽ. സോ ദിസ് ഇസ് ഈക്വൽ ടു 30,82.5. അതായത് 30,802 രൂപ 50 പൈസ നിങ്ങൾ അടയ്ക്കണം. അല്ല, വരുൺ അടയ്ക്കണം 2 വർഷം കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ വരുണോട് ബാങ്ക് പറഞ്ഞു 30,802 രൂപ 50 പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞു. വരുണ് ചെന്നിട്ട് എന്ത് ചെയ്യണം? 10,000 രൂപ അടച്ചു. അപ്പോൾ എന്താണ്? വരുൺ പെയ്ഡ് 10,000.
ഓക്കെ. ദെൻ ബാലൻസ് എങ്ങനെ ഇതിൽ നിന്ന് 10,000 കുറയ്ക്കണം. 30,802.50 മൈനസ് 10,000 208. 20,802.50 ഇനി 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന നമ്മുടെ വരുന്ന അടയ്ക്കേണ്ട തുക. ക്ലിയർ ആണോ? ചോദ്യം അതല്ല, 1 വർഷം കൂടി കഴിഞ്ഞിട്ട്, അതായത് 10,000 ഇപ്പോൾ പുള്ളിക്കാരൻ അടച്ചു, ഇപ്പോൾ ബാങ്കിൽ ഇനി എത്ര രൂപ കടമുണ്ട്? 20,802.50 കടമുണ്ട്. 1 വർഷം കൂടി കഴിഞ്ഞിട്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ എത്ര രൂപ അടയ്ക്കണം? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 50 പൈസ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതിനെ 20,803 എന്നാക്കാം, അല്ലെങ്കിൽ 50 പൈസ കൂടി കൂട്ടിയിട്ട്, അല്ലെങ്കിൽ 50 പൈസ ഒഴിവാക്കിയിട്ട് 802 തന്നെ ആക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് 50 പൈസ എന്താണ് ഒഴിവാക്കാം. അപ്പോൾ എത്രയാണ്? 20,802. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ പുതിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 20,802. റേറ്റ് വ്യത്യാസമില്ല, 11%. n = 1. കണ്ടോ? അതായത് 2 വർഷം കഴിഞ്ഞപ്പോൾ 30,000 സംതിങ് നമുക്ക് അടയ്ക്കാണ്ടായി, 10,000 അടച്ചു. അപ്പോൾ 30,000 സംതിങ് 10,000 കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 20,802 കിട്ടി. അതാണ് ഇപ്പോൾ ബാങ്കിൽ ഉള്ള കടം. പിന്നെയും 1 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പലിശ മുതലൊക്കെ തിരിച്ചടക്കാം. അപ്പോൾ ചോദ്യം അതാണ്, 1 വർഷം കൂടി കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ എത്ര രൂപ അടയ്ക്കണം? അപ്പോൾ ഇനിയുള്ള എമൗണ്ട് പി ഇതായിട്ട് എടുത്തിട്ട് n 1 വർഷമായിട്ട് എടുത്തിട്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ എമൗണ്ട് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + rate by 100 whole raised to 1. എന്നിട്ട് സ്ഥലത്ത് 1 എന്ന് പറയും. സോ പി 20,802 ഇൻറ്റു 1 + rate 11/100 raised to ഇവിടെ എന്താണ് 1. ഒരു തവണയേ ഉള്ളൂ. സോ 20,802 ഇൻറ്റു 100 + 1 111 അല്ലേ ബൈ 100. ഒരു തവണ എഴുതിയതുകൊണ്ടാണ് സാറ് 100 + 1 100 + 11 111 ഒറ്റ തവണ ഉള്ളൂ. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഖ്യയെ 111 കൊണ്ട് ഗുണിച്ചിട്ട് 100 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇതിന് നമുക്ക് 111 കൊണ്ട് ഗുണിക്കാം. 20,802 ഇൻറ്റു 111. നിങ്ങൾ 111 കാണുമ്പോൾ ഞെട്ടണ്ട, കാരണം ഒന്നുകൊണ്ട് ഗുണിക്കുമ്പോൾ എളുപ്പമില്ല, അത് തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, നോക്കിക്കോട്ടാ. 122 100 188 100 കണ്ടോ? അത് തന്നെ ഉത്തരം. അടുത്തത് എഴുതുമ്പോൾ ഒരു സ്ഥാനം നീക്കി എഴുതണമെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. 122 100 188 100 122. അടുത്ത് എഴുതുമ്പോൾ ഇതേ സാധനം തന്നെ എന്താണ് നീക്കി എഴുതണമെന്നുള്ളൂ. എന്താണ് 20,0802 കേട്ടോ? ഇനി എല്ലാം കൂടി കൂട്ടാം. 2 2 8 2 10 0 ശിഷ്ടം 1 8 1 9 8 2 10 0 ശിഷ്ടം 1 2 1 3 2. So the final answer is 23,090,22 divided by 100. സാറ് പറഞ്ഞു 100 കൊണ്ട് കഴിക്കണമെങ്കിൽ 2 സാധനം കഴിഞ്ഞ് കുത്തിട്ടാൽ മതി. സോ ഇവിടെ 2 സാധനം കഴിഞ്ഞ് കുത്തിടുമ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 23,090,2 ആണല്ലോ. 2 സാധനം കഴിഞ്ഞ് കുത്തിടുമ്പോൾ ഇവിടെയാണ് ആൻസർ വരുന്നത്. അതായത് 23,090 രൂപയാണ്. 22 പൈസ നമുക്ക് ഒഴിവാക്കാം. 23,090 രൂപയാണ് ഈ പറയുന്ന 2 വർഷം കഴിയുമ്പോൾ നമ്മുടെ ആരാണ് വരും തിരിച്ചടക്കേണ്ടത്. ഓക്കെ, സാർ അവിടെ 50 പൈസ ഒഴിവാക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വേറെ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയെങ്കിലും ആൻസർ നോക്കുമ്പോൾ 78 പൈസ എന്ന് കാണാം. പക്ഷെ അതും ശരിയാണ്, ഇതും ശരിയാണ്. പൈസ നോക്കണ്ട നിങ്ങൾ. ഓക്കെ, നമ്മളവിടെ 50 പൈസ ഒഴിവാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഉള്ളത്. ഇനി ഒഴിവാക്കാതെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പൈസയുടെ രൂപത്തിൽ കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ലെസൺ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് 9747977418. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ആദ്യം എന്താണ് വീഡിയോ കാണുക, സ്വന്തമായിട്ട് നോട്ട്സ് എഴുതിയെടുക്കുക വീഡിയോയിൽ നിന്ന്, എന്നിട്ട് ഒരു തവണ ചെയ്ത് നോക്കുക സ്വന്തമായിട്ട്. ഓക്കെ, അങ്ങനെ മനസ്സിലായി കിട്ടുന്നുണ്ടെങ്കിൽ 2 തവണയും കൂടി ചെയ്യുക. ഇത് ചെയ്യേണ്ടത് ഇപ്പം തന്നെ പഠിച്ചിട്ട് കാര്യമില്ല, ഒരു 9 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം ഈ പ്രോസസ്സ് ചെയ്യുക. അങ്ങനെ 1 വീക്ക് കഴിയുമ്പോൾ ഒരു തവണ കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കില്ല. 1 വീക്ക് കഴിയുമ്പോൾ ഒരു തവണ കൂടി ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു.